ട്യൂഷൻ അധ്യാപകരുടെ ജീവിതമാർഗവും പേനകത്ത് വെച്ച് ബുക്ക് അടച്ചു വെച്ച് ശ്രദ്ധിച്ചിരിക്കാം. എന്നാൽ സ്കൂളിലെ അധ്യാപകർ പലപ്പോഴും അപ്പൊ ഈ വർഷം പുതിയതായിട്ട് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കൂട്ടിച്ചേർത്തിരിക്കുന്ന ഒരു പ്രോബ്ലം, പക്ഷെ അത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു ഐഡിയ കിട്ടിയാലേ ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ചു. ഇപ്പൊ 1 എന്ന് പറയുന്ന നമ്പർ അല്ലേ, ഇതിന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാ, ഘടകങ്ങൾ ആരൊക്കെയാ എന്ന് പറഞ്ഞാൽ ആരെയൊക്കെ ഗുണിക്കുമ്പോൾ 1 കിട്ടും. 1 1s are 1 നല്ല പഠിച്ചിട്ടുള്ളത്. 1 1. അപ്പൊ 1ന്റെ ഫാക്ടർ ആരാ? 1 മാത്രം. 1. അടുത്തത് 2ന്റെ ഫാക്ടർ ആരെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ 2 കിട്ടും? 1 2s are 2. അപ്പോ 2ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 2ന്റെ ഘടകങ്ങൾ ആരൊക്കെയാണ്? 1ഉം 2ഉം. 1ഉം. അടുത്ത നമ്പർ 3. ആരെയൊക്കെ ഗുണിച്ചാൽ 3 കിട്ടും? 1ഉം 3ഉം കൂടെ ഗുണിച്ചാൽ 3 കിട്ടും. അപ്പൊ 3ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 1ഉം 3. അടുത്ത നമ്പർ 4. 1ഉം 4 കൂടെ ഗുണിച്ചാൽ 4 കിട്ടും. 2ഉം 2 കൂടെ ഗുണിച്ചാൽ എന്ത് കിട്ടും? 4 കിട്ടും. അങ്ങനാണെങ്കിൽ 4ന്റെ ഫാക്ടേഴ്സ്, 4ന്റെ ഘടകങ്ങൾ ആരൊക്കെയാണ്? 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്. 4ന് എത്ര ഫാക്ടർ ഉണ്ട്? 3 ഫാക്ടർ ഉണ്ട്. എത്ര ഫാക്ടർ ഉണ്ട്? ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ നമ്പറുകളുടെയും എന്ത് കണ്ടുപിടിക്കാം? ഫാക്ടർ കണ്ടുപിടിക്കാം. എന്ത് കണ്ടുപിടിക്കാം? ഇതിൽ ഇങ്ങനെ 1ഉം ആ നമ്പരും മാത്രം ഫാക്ടറായിട്ട് വരുന്ന നമ്പറുകളെ കുറിച്ച് കഴിഞ്ഞൊരു ദിവസം ഞാൻ അവിടെ പഠിപ്പിച്ചോ പറഞ്ഞു തന്നായിരുന്നു. എന്തോ എന്റെ പേര്? ഇത്തരം നമ്പറുകളെ വിളിക്കുന്ന പേരാണ് പ്രൈം നമ്പർ. എന്താ പറയുന്നു? അപ്പൊ ആദ്യത്തെ പോയിന്റ് മനസ്സിലാക്കേണ്ടത്, പ്രൈം നമ്പർ ആണെങ്കിൽ, അഭാജ്യ സംഖ്യയാണെങ്കിൽ അതിന് എത്ര ഫാക്ടറേ ഉണ്ടാകത്തുള്ളൂ? 2 ഫാക്ടർ. ഏതൊക്കെ? 1ഉം ആ നമ്പരും. അപ്പൊ ചോദ്യം ഇങ്ങനെയാണ്: നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് എ പ്രൈം നമ്പർ. ഒരു പ്രൈം നമ്പറിന്റെ ഫാക്ടേഴ്സിന്റെ എണ്ണം എത്ര? 2. ഏതൊക്കെ? 1ഉം. അപ്പൊ ആ കാര്യം ഉറപ്പിച്ചു വെച്ചല്ലോ. അങ്ങനെ അല്ലാത്ത നമ്പറുകൾക്ക് പറയുന്ന പേരാണ് കോമ്പസിറ്റ് നമ്പർ. എന്താ പറയുന്നു? അപ്പൊ കോമ്പസിറ്റ് നമ്പറിനാണെങ്കിൽ എത്രയിൽ കൂടുതൽ ഫാക്ടർ ഉണ്ട്? 2ൽ കൂടുതൽ ഫാക്ടർ ഉണ്ട്. ഇനി ആ ഫാക്ടറിന്റെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഒരു ടെക്നിക്കാ പറയാൻ പോകുന്നത്. എന്താണ്? ഒരു കോമ്പസിറ്റ് നമ്പറിന്റെ, ഒരു അഭാജ്യ സംഖ്യയുടെ ഫാക്ടേഴ്സിന്റെ എണ്ണം, നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗമാണ് പ്രേമം. ഇത് നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സോറി, പഠിപ്പിച്ചിട്ടുണ്ടാകും. മറ്റേത് പറയുമ്പോ ഇല്ലാത്ത എന്തോ ആരോപിക്കുന്ന പോലെ. അപ്പം എന്ത് ചെയ്തിട്ടുണ്ട്? പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മൾ ഈ 4നെ ഒന്ന് ഫാക്ടറൈസേഷൻ നടത്തും. എന്ത് നടത്തും? ഇങ്ങനെ താഴോട്ട് വരച്ച് ചെയ്യുന്ന പരിപാടി എടുത്തിട്ടില്ല. എന്റെ പേരാണ് പ്രൈം ഫാക്ടറൈസേഷൻ. എന്താ പറയും? ഈ 4നെ ഏത് പ്രൈം നമ്പർ കൊണ്ടാണ്, ഏത് അഭാജ്യ സംഖ്യ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്, ഹരിക്കാൻ പറ്റുന്നത്? 2 കൊണ്ട്. 2 2s are അത്രയല്ലേ 4നെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ നമുക്ക് എഴുതി വെക്കാം. 4 ഈക്വൽ 2 raised to 2. 2 raised to, അതിന്റെ അർത്ഥം 2നെ 2 തവണ ഗുണിക്കുമ്പോഴാണ് 4 കിട്ടുന്നത്. ഇതിനകത്തിൽ നിന്ന് ഫാക്ടറിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ എളുപ്പമാർഗം, ഈ പവറിൽ എന്ത് നമ്പർ വന്നിരിക്കുന്നോ, 7ാം ക്ലാസ്സിൽ എന്തെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറയാം. പവറിൽ എന്ത് നമ്പർ വന്നിരിക്കുന്നോ, ഉണ്ടതില്ല, പവറിൽ എന്ത് നമ്പർ വന്നിരിക്കുന്നോ, 7ാം ക്ലാസ് പഠിച്ചതാ, അതിനോട് 1 കൂട്ടുക. 2 + 1 ഈക്വൽ 4ന് എത്ര ഫാക്ടർ ഉണ്ട്? 3 ഫാക്ടർ. ഏതൊക്കെ?
1ഉം 2ഉം 4ഉം. ഒരു ടെക്നിക്ക് കൂടി കിട്ടിയോ? 4 കഴിഞ്ഞ അടുത്ത നമ്പർ ഏതാ? 4 കഴിഞ്ഞുള്ള അടുത്ത സംഖ്യ 5. 5ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാ? 1ഉം 5ഉം. എത്ര ഫാക്ടറേ ഉള്ളൂ? 2. എന്തുകൊണ്ട്? അത് പ്രൈം നമ്പർ ആയതുകൊണ്ട്. അത് അഭാജ്യ സംഖ്യയാണ്. അടുത്ത നമ്പർ എത്ര? 6. നമ്മൾ 6ടെ എണ്ണം കണ്ടുപിടിക്കാൻ പോവാം. 6ന്റെ ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ പോവാം. നോക്കാം. നമ്മൾ 6നെ ഏതൊക്കെ നമ്പർ കൊണ്ട് ഗുണിച്ചാൽ 6 കിട്ടും? 1ഉം 6 ഗുണിച്ചാൽ 6 കിട്ടും. 2ഉം 3 ഗുണിച്ചാലും 6 കിട്ടും. അപ്പോൾ 6ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാ? ഘടകങ്ങൾ ആരൊക്കെയാ? 1, 2, 3. ഇത് ഈ മെത്തേഡിൽ എങ്ങനെ കണ്ടുപിടിക്കും? 6നെ നമ്മൾ ഫാക്ടറൈസേഷൻ നടത്തുക. 6നെ എത്ര കൊണ്ട് ഹരിക്കാം? 6നെ എത്ര കൊണ്ട് ഹരിക്കാം? 2 കൊണ്ട്. പറഞ്ഞാട്ടെ. 2, 3, 6. ഇത്രയല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ 6നെ നമുക്ക് ഇങ്ങനെ എഴുതാം. 2⁻1 into 3⁻1. ശരിയാണോ? എന്തോ ഈ 2⁻1 എന്ന് പറഞ്ഞ അർത്ഥം? 2⁻1 എന്ന് പറഞ്ഞ അർത്ഥം 2നെ ഒരു പ്രാവശ്യം ഗുണിക്കുക. ഇൻറ്റു 3⁻1 എന്ന് വെച്ചാൽ 3നെ ഒരു പ്രാവശ്യം ഗുണിക്കുക. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്തോ? അത് പറഞ്ഞു. നമ്മുടെ ഉദ്ദേശം എന്തോ? 6ന്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, 6ന്റെ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാം. ശ്രദ്ധിക്കണം. ഈ പവറിൽ വന്ന നമ്പർ കണ്ടോ? ആദ്യത്തെ എത്ര? അത് അതിനോട് ഒന്നുകൂടെ കൂട്ടുക. 1+1. ഈ 3ന്റെ പവർ കണ്ടോ? കൃതി കണ്ടോ? എത്ര? 1. അതിനോട് ഒന്നുകൂടെ കൂട്ടുക. 1+. എന്നിട്ട് ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുക? ഗുണിക്കാം. ഇതിനോട് എന്ത് ചെയ്യുക? ഗുണിക്കാം. 1 into 1, സോറി 1+1, 1+1 2 into 1+1 2, 2 into 2. ശരിയല്ലേ? 6ന് എത്ര ഫാക്ടർ ഉണ്ട്? 4 ഫാക്ടർ. അടുത്ത നമ്പർ എത്ര ആയിരുന്നു? 7. 7ന് എത്ര ഫാക്ടർ? 1ഉം 7ഉം. അപ്പൊ എത്ര ഫാക്ടർ ഉണ്ട്? 2. കാരണം അത് എന്ത് നമ്പരാണ്? അടുത്ത നമ്പർ എത്ര? 8. നമ്മൾ സാധാരണഗതി ചെയ്യുന്ന പോലെ ആലോചിച്ച് നോക്കാം. ഏതൊക്കെ നമ്പറുകൾ ഗുണിച്ചാൽ 8 കിട്ടും? ഏതൊക്കെ നമ്പറുകൾ ഗുണിച്ചാൽ 8 കിട്ടും? 1ഉം 8 ഗുണിച്ചാൽ 8 കിട്ടും. 2ഉം 4 ഗുണിച്ചാൽ 8 കിട്ടും. വേറെ ആരെങ്കിലും ഗുണിച്ചാൽ 8 കിട്ടുമോ? ഇല്ല. അപ്പൊ ആരൊക്കെയാ ഫാക്ടർ? 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, 8 ഉണ്ട്. ഇതേ സംഗതി നമ്മള് ഇല്ല മെത്തേഡ് കണ്ടുപിടിക്കാൻ പോ. പറഞ്ഞാട്ടെ. ആദ്യം 8 എടുത്ത് എഴുതും. 8നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 2 കൊണ്ട്. 2, 4, 8. 4ന് 2, 2. ഇത്രല്ലേ പറ്റത്തുള്ളൂ? ഇത്രല്ലേ പറ്റത്തുള്ളൂ? അപ്പൊ 8 is equal to എങ്ങനെ എഴുതി വെക്കാം? 2⁻3 എന്ന് എഴുതി വെക്കാം. 2⁻. അപ്പൊ ഫാക്ടേഴ്സിന്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും? ഈ പവറിൽ കിടക്കുന്ന നമ്പർ എത്ര? 3. ആ 3യോട് കൂടി ഒന്നുകൂടെ കൂട്ടുക. 3+1. അതല്ലേ 8ന്റെ ഫാക്ടറിന്റെ എണ്ണം. ഓക്കെ. അടുത്ത നമ്പർ എത്ര? 9. നമ്പർ എത്ര? 9. ഏതൊക്കെ നമ്പറുകൾ ഗുണിച്ചാൽ നിങ്ങൾക്ക് 9 കിട്ടും? 1ഉം 9 ഗുണിച്ചാൽ 9 കിട്ടും. പിന്നെ 3ഉം 3 ഗുണിച്ചാലും 9 കിട്ടും. അപ്പൊ 9ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാ? 1, 3, 9. അപ്പൊ 9ന് എത്ര ഫാക്ടർ ഉണ്ട്? 3 ഫാക്ടർ. ഈ ഫാക്ടറിന്റെ എണ്ണം നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? കണ്ടുപിടിക്കാനായിട്ട് പോവാം. 9നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 3 കൊണ്ട്. 3, 9. അപ്പൊ 9 is equal to 3 ഗുണം 3. അതെങ്ങനെ എഴുതും? 3⁻². ഇനി എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും? ഈ 2നോട് കൂടി ഒന്നുകൂടെ കൂട്ടണം. ടെക്നിക്ക് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 20ൽ താഴെ ഉള്ള നമ്പർ പറഞ്ഞു. 19 പ്രൈം നമ്പരാ. 19 പ്രൈം നമ്പരാ. പ്രൈം നമ്പർ അല്ലാത്ത ഒരു നമ്പർ. 17 പ്രൈം നമ്പരാ. 16 എന്താണ്? അപ്പൊ നമുക്ക് ആരുടെ എണ്ണം കണ്ടുപിടിക്കണം? 16ന്റെ 16 എണ്ണം അല്ല. 16ന്റെ
ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കണം. 16ന്റെ ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 16നെ 2 എത്ര പ്രാവശ്യം? 8. 8നെ എത്ര കൊണ്ട്? 2 കൊണ്ട്. 2, 4, 8. 4ന് എത്ര പ്രാവശ്യം? അപ്പൊ 16 ഈസ് ഈക്വൽ ടു 2 റൈസ് ടു. അപ്പോൾ 16ന്റെ ഫാക്ടേഴ്സിന്റെ എണ്ണം 4 + 1 = 5. ഓക്കെ. 50 താഴെയുള്ള നമ്പർ പറയും. 48. 48ന് എത്ര ഫാക്ടർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് 48. പറഞ്ഞാട്ടെ, 48നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? മിണ്ടുന്നില്ല. 2 കൊണ്ട്. പറഞ്ഞാട്ടെ, 2, 2, 4 24. 24നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2. അപ്പൊ എത്ര കിട്ടും? 12. 2, 6, 2. അപ്പൊ 48 ഈസ് ഈക്വൽ ടു 1, 2, 3, 4. അപ്പൊ എങ്ങനെ എഴുതും? 2 റൈസ് ടു 4 ഇൻറ്റു 3 റൈസ് ടു. ഇങ്ങനെ വരുമ്പോൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? 4 + 1 ഇൻറ്റു 1 + 1 ആണോ? 4 + 1 എത്ര? 5 ഇൻറ്റു 1 + 1 2. 5 2s are എന്ന് പറഞ്ഞാൽ 48 എന്ന് പറയുന്ന നമ്പറിന് മൊത്തം എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 10 ഫാക്ടർ ഉണ്ട്. എത്ര ഫാക്ടർ ഉണ്ട്? ഇങ്ങനെ ഏത് ചെറുതും വലുതുമായ എന്ത് നമ്പറുകളുടെ? കോമ്പസിറ്റ് നമ്പറുകളുടെ. തെറ്റിക്കരുത്. പ്രൈം നമ്പറിന് എത്ര ഫാക്ടറേ ഉള്ളൂ? പ്രൈം അല്ലാത്ത നാച്ചുറൽ നമ്പറിന് പറയുന്ന പേരല്ലേ കോമ്പസിറ്റ് നമ്പർ. ഈ മെത്തേഡിലൂടെ നമുക്ക് എന്തിന്റെ എണ്ണം കണ്ടുപിടിക്കാം? ഒരു കോമ്പസിറ്റ് നമ്പറിന്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായോ? എന്നാ ചോദ്യം എഴുതിയാട്ടെ. അടുത്ത എക്സാമ്പിൾ. ആനന്ദ, ഈ മെത്തേഡ് മനസ്സിലായോ? മനസ്സിലായി സാർ. അടുത്ത എക്സാമ്പിൾ പറയട്ടെ. ഇഫ് എ നമ്പർ ഈസ് ഡ്രോൺ ഫ്രം ദ നമ്പേഴ്സ്. If a number is drawn from the numbers, if a number is drawn from the numbers 1, 2, 3, etc. 100. 1, 2, 3, etc. 100. Comma. What is the probability that it is a factor of മിണ്ടുന്നില്ല. It is a factor of 1000. It is a factor of 1000. 1000 ഒന്ന് കഴിഞ്ഞത് എത്ര പൂജ്യം? 3 പൂജ്യം. ക്വസ്റ്റ്യൻ ചോദ്യം കഴിഞ്ഞോ? അഭയതേ വരുന്നതിനായിട്ട് ചോദ്യം ഒന്ന് വായിച്ചേ. രണ്ടാമത്തെ പോയിന്റിലാണ് അമ്മ മരിച്ച ഒരു ശബ്ദം കേട്ടാൽ ചെവി വരെ പൊട്ടി വേണം. നോക്കാം. If a number is drawn from the numbers 1, 2, 3, etc. 1000. ഞാൻ 1000 എന്നാണോ 100 എന്നാണോ? 100 അല്ല 1000. 100 അല്ല 1000. അപ്പൊ എന്താ ചോദ്യത്തിന്റെ അർത്ഥം? 1, 2, 3, etc. എന്നിങ്ങനെ 1000 വരെയുള്ള നമ്പറുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എഴുതി വെച്ചേക്കാന്ന് വിചാരിക്കാം. അതിനകത്തിൽ നിന്ന് നമ്മൾ ഒരു നമ്പർ എന്ത് ചെയ്യുന്നു? എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ ഫാക്ടർ ഓഫ് 1000? ആ കിട്ടുന്ന നമ്പർ ഉണ്ടല്ലോ, അത് 1000ന്റെ ഫാക്ടർ ആകാനുള്ള, ഘടകമാകാനുള്ള സാധ്യത എന്ത്? ചോദ്യം മനസ്സിലായോ? നിങ്ങൾ 1 തൊട്ട് 1000 വരെയുള്ള നമ്പറുകളിൽ നിന്ന്
ഒരു നമ്പർ സെലക്ട് ചെയ്താൽ ആ നമ്പര് ആരുടെ ഫാക്ടർ, ആരുടെ ഘടകം, 1000ന്റെ ഫാക്ടറായ ഒരു നമ്പർ, ഘടകമായ ഒരു നമ്പർ കിട്ടാനുള്ള സാധ്യത എന്ത്? ചോദ്യം മനസ്സിലായി എല്ലാവർക്കും? അപ്പൊ എഴുതിയാട്ടെ ആദ്യത്തെ സ്റ്റെപ്പ്, ടോട്ടൽ പോസിബിലിറ്റീസ്. ടോട്ടൽ പോസിബിലിറ്റീസ്, ആകെ സാധ്യതകൾ. ഇപ്പൊ അല്പം മുമ്പേ നമ്മളൊരു കണക്കിനകത്തിൽ വളരെ വിശദമായിട്ട് എഴുതിയതാണ്. പറഞ്ഞാട്ടെ സ്റ്റെപ്പ്. 1 2 3 എക്സെട്ര 1 2 3 എക്സെട്ര 1000. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റ് ചോദ്യങ്ങളുടെ ഒന്നും ഉത്തരം അറിയാൻ വയ്യ എന്നുണ്ടെങ്കിൽ അവിടെ കുത്തിയിരുന്ന് 1000 വരെ എഴുതിക്കോളാം. അപ്പൊ സാറ് നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയോ പഠിച്ച കുട്ടിയാണ്, നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, പേപ്പറിൽ നിന്ന് പേന എടുക്കാതാണ് കുട്ടി തകർക്കുന്നതെന്ന് അവര് വിചാരിക്കും. നമുക്കെല്ലാം അറിയത്തുള്ളൂ ഒറ്റ ചോദ്യത്തിന് ഉത്തരവാണ് നമ്മൾ എഴുതി വെക്കുന്നതെന്നുള്ളത്. അപ്പൊ 1 2 3 എക്സെട്ര 1000. അടുത്ത വരിയില് ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റീസ്. ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റീസ്, ആകെ സാധ്യതകളുടെ എണ്ണം. പറഞ്ഞാട്ടെ. ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റീസ് എത്ര എണ്ണം? 1000. ഇവിടെ വരെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി എന്തോ നമ്മുടെ ചോദ്യം? ഇതിനകത്ത് നമ്മളൊരു നമ്പർ എടുക്കും. ആ നമ്പര് 1000ന്റെ ഫാക്ടർ ആകാനുള്ള സാധ്യത എന്ത്? അതിന് ഉത്തരം പറയണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു കാര്യം കണ്ടുപിടിക്കും. 1000ന്റെ അത് നടക്കുന്ന പരിപാടിയല്ല, അതൊരുപാട് സമയം മെനക്കെടുന്ന പരിപാടി. ഇപ്പൊ പറഞ്ഞ ടെക്നിക്ക് അനുസരിച്ച് 1000ന്റെ ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റത്തില്ലയോ? നമ്മൾ പ്രോബബിലിറ്റി മൊത്തം എഴുതുന്നത് എണ്ണം വെച്ചല്ലയോ? മൊത്തം എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ചാൽ അത് ഡിനോമിനേറ്ററിൽ എഴുതി, നമുക്ക് ആവശ്യമുള്ളത് എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ചാൽ അത് ന്യൂമറേറ്ററിൽ എഴുതിയല്ലേ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ഫാക്ടറിന്റെ എണ്ണമല്ലേ അഭിരാമി എം പിള്ളൈ നമുക്ക് വേണ്ടത്? ഓക്കെ, അപ്പൊ അടുത്ത ഹെഡിങ് എഴുതുക. ഫാക്ടേഴ്സ് ഓഫ് 1000. ഫാക്ടേഴ്സ് ഓഫ് 1000. 1000ന്റെ ഫാക്ടർ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗം നമ്മൾ പഠിച്ചായിരുന്നു? എഴുതിയാട്ടെ. 1000 എഴുതി, സൈഡിലല്ല ആൻസർ എഴുതുന്നിടത്ത് തന്നെ ഇതിനെ ഡിവൈഡ് ചെയ്യണം. പറഞ്ഞാട്ടെ. 2 ഉണ്ട്. ഇങ്ങനെ മനസ്സിലായി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 5ാം ക്ലാസ്സിൽ പഠിച്ച ഡിവിസിബിലിറ്റി. ഈ നമ്പറിന്റെ അവസാനം കിടക്കുന്ന നമ്പർ 0 2 4 6 8 ഇതിലേതെങ്കിലും ഒന്നാണെങ്കിൽ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 1000നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഉണ്ടെന്നില്ല, 1000നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 500. 500നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? അപ്പൊ എത്ര കിട്ടും? 250. 250നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? വീണ്ടും 2 കൊണ്ട് 120. ഈ 125നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? അതെങ്ങനെ മനസ്സിലായി? അവസാനത്തെ നമ്പർ 0യോ 5ഓ ആണെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പറഞ്ഞാട്ടെ. 5 2 10, ശിഷ്ടൻ 2 25, 5 5 25. ഇനി 25നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 5 കൊണ്ട്. അപ്പൊ എത്ര കിട്ടും? 5 5 5 5 25. ഇനി ചെയ്യണോ? വേണ്ട, ഇത്ര ചെയ്ത് നിർത്തിയാൽ മതി. അപ്പൊ ഇനി എങ്ങനെ എഴുതി വെക്കാം? 1000 is equal to 1000 സമം ഇവിടെന്നില്ല 2 എത്ര പ്രാവശ്യം ഉണ്ട്? 1 2 3. അപ്പൊ എങ്ങനെ എഴുതും? 2 raised to 3 into 5 raised to ഓക്കെ. അടുത്ത വരി, നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 1000. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 1000. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 1000. പറഞ്ഞാട്ടെ. മിണ്ടുന്നില്ല. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 1000 എത്ര?
ഈക്വൽ ഈ പവറിൽ കിടക്കുന്ന 3നോട് കൂടി ഒന്ന് കൂട്ടുക 3+1 ഇൻറ്റു ഈ പവറിൽ കിടക്കുന്ന നമ്പറിനോട് ഒന്ന് കൂട്ടുക 3+1 ആണോ? 3+1 4 ഇൻറ്റു 3+1 4 ഗുണം 4 ഉണ്ടോ? അപ്പോൾ 1000-ന് എത്ര ഫാക്ടർ ഉണ്ട്? 16 ഫാക്ടർ ഉണ്ട്. എത്ര ഫാക്ടർ ഉണ്ട്? ഇത് കണ്ടുപിടിച്ചതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇതിനാണ് ഞാൻ ആദ്യമേ കുറെ നമ്പറുകളുടെ ഫാക്ടർ കണ്ടുപിടിക്കുന്ന മെത്തേഡ് പറഞ്ഞത്. അപ്പൊ അടുത്ത വരിയിൽ പ്രോബബിലിറ്റി ഓഫ് എ നമ്പർ drawn from these numbers to be a factor of 1000ന്റെ ഫാക്ടർ കിട്ടാനുള്ള സാധ്യതയെ കുറിച്ചല്ലേ ചോദ്യം? പറഞ്ഞാട്ടെ ആൻസർ. 16 divided by 1000. ഓക്കെ, ഈ വർഷം മുതൽ പുസ്തകത്തിൽ ഒരു 2 കാര്യം കൂടെ പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ ഇതാണ്, ഇതിനെ നമുക്ക് ഡെസിമലും ആക്കാം, ദശാംശവുമാക്കാം. ഇതിനെ നമുക്ക് പെർസെന്റേജ് ആക്കാം, ശതമാനവും ആക്കാം. എന്തൊക്കെ ആക്കാം? ഡെസിമലും ആക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, അങ്ങനെ എഴുതാൻ പറഞ്ഞാൽ മാത്രമേ അങ്ങനെ എഴുതാവൂ. ഇല്ലെങ്കിൽ ഏതെഴുതി വെച്ചാൽ മതി. വേണ്ട, ഈ ഫ്രാക്ഷനിലുള്ള ഉത്തരം മാത്രം എഴുതിയാൽ മതി. ഒന്ന് പേനകത്ത് വെച്ചേ, ഇതൊന്ന് ഡെസിമൽ ആക്കി പറഞ്ഞു. 16 divided by 1000 1000. ഇതൊന്ന് ഡെസിമൽ ആക്കി പറയുക. 0.016. എങ്ങനെ കിട്ടി? 1000-നകത്ത് എത്ര പൂജ്യം? അത്രയും സ്ഥാനം. എത്ര സ്ഥാനം? 3 സ്ഥാനം. മുകളിലത്തെ സംഖ്യക്കകത്ത് വലത്തു നിന്നും ഇടത്തോട്ട് മാറ്റി കുത്തിടുക. അപ്പൊ 1 ഇപ്പുറത്തോട്ട് മാറിയപ്പോ 2. അപ്പൊ 2 സ്ഥാനമല്ലേ നമ്മുടെ കയ്യിലുള്ളൂ. നമുക്ക് മൊത്തം എത്ര സ്ഥാനം വേണം? 3 സ്ഥാനം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഒരു 0 ഇട്ട് കൊടുത്തു, അതിന്റെ മുമ്പിൽ ഒരു പോയിന്റ് ഇട്ടു, അതിന്റെ മുമ്പിൽ ഒരു 0 ഇട്ട് കൊടുത്തു. അപ്പൊ ആൻസർ 0.016. ഇനി ഇത് തന്നെ നിങ്ങളൊന്ന് പെർസെന്റേജ് ആക്കിയാൽ, ശതമാനമാക്കിയാൽ എങ്ങനെ പറയും? ഇതിനെ പെർസെന്റേജ് ആക്കുന്ന, ശതമാനമാക്കുന്ന എങ്ങനെ? ഇൻറ്റു 100. എത്ര കൊണ്ട് ഗുണിക്കണം? 100 കൊണ്ട് ഗുണിക്കണം. പറഞ്ഞാട്ടെ. 1000-ന്റെ 2 പൂജ്യം, 1000-ന് 2 പൂജ്യം. 100-ന്റെ 2 പൂജ്യം കൊണ്ട് വെട്ടിപ്പോയി. പിന്നെ ബാക്കി എന്തുണ്ട്? 16/10. 16/10 എത്ര? 16/10. 10-നകത്ത് എത്ര പൂജ്യം? 1 പൂജ്യം. അത്രയും സ്ഥാനം മുകളിലത്തെ സംഖ്യക്കകത്ത് വലത്ത് നിന്ന് ഇടത്തോട്ട് മാറ്റി കുത്തിടണം. അപ്പൊ എത്ര കിട്ടും? 1.6%. കഴിഞ്ഞ വർഷത്തെ പുസ്തകത്തിലൊന്നും ഇങ്ങനെ പെർസെന്റേജ് ആക്കാനും ഡെസിമൽ ആക്കാനും ഇല്ലായിരുന്നു. പക്ഷെ ഈ കണക്കിലും ഇതിന് ശേഷം നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു എക്സസൈസിലെ 4 കണക്കിനകത്തിലും ഇതിനെ എന്താക്കാൻ പറയുന്നുണ്ട്? പെർസെന്റേജും ഡെസിമലും ആക്കാൻ പറയുന്നുണ്ട്. ഡെസിമൽ ആക്കാൻ എന്തോ മാർഗം? ഇതിപ്പോ ഇവിടെ 1000 ഒക്കെ വന്നുകൊണ്ടാണ് പെട്ടെന്ന് ഡെസിമൽ ആക്കാൻ പറ്റിയത്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേന്? ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 6ാം ക്ലാസ്സിലൊക്കെ ഡെസിമൽ നമ്പർ പഠിച്ചിട്ടുണ്ട്. പഴയ പുസ്തകം തട്ടുപുറത്ത് വല്ലുണ്ടെങ്കിൽ അവിടെ കയറി എടുത്തു വെച്ച് വായിച്ചു നോക്കുന്നതൊക്കെ നല്ലതായിരിക്കും. 2, ചില കണക്കിനകത്തിൽ അത് എന്തിൽ പറയാൻ പറയും? പെർസെന്റേജിൽ പറയാൻ പറയും. എങ്ങനെയാ പെർസെന്റേജിലാക്കുന്നത്? ആ ഫ്രാക്ഷൻ ഇൻറ്റു 100. ഇത് രണ്ടും കൂടെ അതിന്റെ കൂടെ ഒന്ന് എഴുതിയിട്ടെ. And his mother, who was patiently sad, then fearing lest his grief should hinder sleep, I visited his bed. എല്ലാം ആനന്ദ്, ഈ കണക്ക് മനസ്സിലായോ? ആനന്ദിന്
നിങ്ങളെ കിടക്കുന്ന മുറിയിലൊക്കെ നിങ്ങളുടെ വീട്ടുകാർ ഇടയ്ക്കിടയ്ക്ക് രാത്രി കൊണ്ട് നോക്കും അതുകൊണ്ട് കുത്തിയെടുത്തേക്കണം കേട്ടോ എന്ത് വെച്ച് അദ്ദേഹം ബന്ധമൊക്കെ അറിയും